നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത നമ്മുടെ ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട വ്യക്തി നമ്മളെ പറ്റിച്ചിട്ടുണ്ടാകാം. അത് നമ്മുടെ സ്വന്തം അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, നമ്മുടെ ഫിയാൻസിയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറോ ആര് വേണേലും ആകാം. അവർ ജീവിതത്തിൽ മുഴുവനും നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നിമിഷമുണ്ട്. അത് നമ്മളെ വല്ലാതെ തകർത്തേക്കാം. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. എങ്കിലും എന്നോട് എന്തിനിങ്ങനെ ചെയ്തു? ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ ഇത്രമേൽ സ്നേഹിക്കുന്നു എന്ന് അവർക്കറിയാമായിരുന്നല്ലോ. എന്നോട് സത്യം പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ഇത്രയും വിശ്വസിച്ചത് കൊണ്ടല്ലേ ഞാൻ പറ്റിക്കാൻ ഇടയായത്? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതിനെല്ലാം നമ്മൾ ഉത്തരം തേടി പോവുകയാണെങ്കിൽ നമ്മുടെ മുറിവുകളുടെ ആഴം കുറച്ചുകൂടെ ഡീപ്പാവും. നമ്മൾ വലിയൊരു പാറക്കല്ല് നമ്മളൊരു കയറിന്മേൽ കെട്ടി വലിച്ച് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. അതിന് അത്രമേൽ ഭാരമുള്ളൊരു കല്ല് കെട്ടി വലിച്ച് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾക്കത് കുന്നിൻ്റെ മുകളിൽ വരെ എത്തിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് കൊണ്ടുപോകും തോറും അത് അത്രത്തോളം ഹെവിയാണ്, അത് അത്രത്തോളം പെയിൻഫുള്ളാണ്. കുറേ കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര ടൈറ്റായി ഭയങ്കരമായിട്ട് വേദനിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? പയ്യെ മെല്ലെ അതിനൊന്ന് റിലീസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അതിനെ വിട്ടുകൊടുക്കുക. അപ്പം നമ്മുടെ കൈയുടെ പെയിനും നിൽക്കും, നമ്മുടെ ഭാരവും നമ്മളിൽ നിന്ന് പോകും. ഈ പാറക്കല്ലെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ നല്ല മെമ്മറികളായിരിക്കാം, അവരുമായിട്ടുണ്ടായിരുന്ന കുറേ മൊമെൻറ്റ്സുകളായിരിക്കാം. ലെറ്റ് ഇറ്റ് ഗോ. അതിനെ വിട്ടുകൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് മുതൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഹീൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനെ വിട്ടുകൊടുക്കുന്ന ആ നിമിഷം തൊട്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ച് കിട്ടത്തുള്ളൂ. ഒരാൾ ലൈഫിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് കുറേ വേദനകൾ തന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഹോൾ സ്റ്റോറി ആയിട്ട് നിങ്ങൾ കാണരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് കാണുക. ഒരാൾ നമ്മളെ വഞ്ചിച്ചു എന്ന് വിചാരിച്ചിട്ട് ലോകത്തിലുള്ള ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. ആരെയും കണ്ണടിച്ച് വിശ്വസിക്കരുത്, സ്നേഹിക്കരുത്. പക്ഷേ നിങ്ങളുടെ വിസ്ഡം ഉപയോഗിച്ചിട്ട് നമുക്ക് ആളുകളെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. അതായത് വിവേകത്തോടു കൂടി നിങ്ങൾക്ക് അവരെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. One person's betrayal should never be the reason that you stop believing in genuine love.